ഹലോടാ ഹായ് നമസ്കാരം. കാന്ത ദുൽഖർ സൽമാൻ്റെ ഏറ്റവും പുതിയ പടമാണ് കാന്ത. കാന്തയുടെ പ്രൊഡ്യൂസറും ദുൽഖറാണ്. അതുപോലെ റാണയും ഇതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ളത് സെൽവമണിയാണ്. സെൽവമണി പുള്ളിക്കാരെ ഇതുപോലെ ഈ ഫീച്ചർ സിനിമകൾ മാത്രം എടുക്കുന്ന ഒരാളാണ്. അങ്ങനെ വലിയ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങൾ കുറവാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്ററായിട്ടുള്ളത് സെൽവമണി ആൻഡ് തമിഴ് പ്രഭ സ്ഥലപ്പെട്ട വരമ്പയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. റേഞ്ച് അറിയാമല്ലോ. ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ളത് ആൻ്റണി സാർ. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഉറുദു ഏത് ഭാഷ എടുത്ത് നോക്കിയാലും, ഹിന്ദിയിലോ എല്ലാ ഭാഷ എടുത്ത് നോക്കിയാലും പുള്ളിക്കാരൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ടായിരിക്കും. ഒരു പാൻ ഇന്ത്യൻ എഡിറ്ററാണ്. ഈ സിനിമ 2.25 മണിക്കൂർ ഈ സിനിമയുണ്ട്. ഒരു ഡ്രാമയാണ് പരിപാടി, ഒരു പീരിയഡ് ഡ്രാമയാണ്. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമ പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 50-കൾ, 52, 60 ആ ഒരു ടൈമിലാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദുൽഖർ ഇതിൽ TKM എന്നുള്ളൊരു ക്യാരക്ടർ, മഹാദേവൻ. ഇത് ശരിക്കും പറയുമ്പോൾ ഒരു ബയോഗ്രഫി ആണല്ലോ. നമ്മുടെ മായാവരം കൃഷ്ണസ്വാമി ത്യാഗരാജ ഭാഗവതർ, പുള്ളിക്കാരൻ ഒരു സിംഗറായിരുന്നു ശരിക്കും. ആക്ടിനേക്കാൾ മുമ്പ് ആൾ പാട്ടുകാരനായിരുന്നു. പക്ഷേ അദ്ദേഹം പേഴ്സണലി ഒരു യോസിക്കായിട്ടുള്ള മനുഷ്യനാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമുക്കറിയില്ല. അപ്പോൾ ആ ക്യാരക്ടറാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത് ദുൽഖർ. പിന്നെ സമുദ്രകനി ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഭാഗ്യശ്രീ എന്നുള്ളൊരു ലേഡി ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരു ആക്ട്രസ് ഭാഗ്യശ്രീയാണ് പേര്. ദുൽഖറായിട്ടുള്ള അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പരിപാടി, ആക്ടിങ്, പിന്നെ അവർ തമ്മിലുള്ള റൊമാൻസ് പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് ഭാഗ്യശ്രീ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് ദുൽഖറിനൊപ്പം. പിന്നെ ഇതിൽ പറയാനുള്ളത് ജെയ്ക്സ് ബിജോയുടെ സ്കോറും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഓഫ് കോഴ്സ് പറയേണ്ട ആവശ്യമില്ല. ചില സിനിമകളിലൊക്കെ പോയിട്ട് അനാവശ്യമായിട്ട് ജെയ്ക്സ് ബിജോയ് തൻ്റെ കയ്യിലുള്ള എല്ലാം അല്ലേ ഇത്ര അടിപൊളി സ്കോറൊക്കെ ഊളപ്പടത്തിലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് പണ്ട്. ഞാൻ പടം പറയുന്നില്ല, പക്ഷെ അതൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ജെയ്ക്സ് ബിജോയ് കറക്റ്റ് ഒരു ഡ്രാമയ്ക്ക്, ആ ഒരു പീരിയഡ് ഡ്രാമയ്ക്ക് വേണ്ട അതേ രീതിയിൽ ജെയ്ക്സ് ബിജോയ് ഇതിൽ സ്കോർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഗുരുശിഷ്യ ബന്ധങ്ങൾ തമ്മിലുള്ള ഈഗോ. സമുദ്രകേനിയാണ് ഒരു സംവിധായകനായിട്ട് എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത്. ദുൽഖർ ആക്ടർ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമ, പിന്നെ ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷ്, അസൂയ, കുറച്ച് ഈഗോ പരിപാടി, മനസ്സിലായില്ല. ആ പരിപാടിയാണ് ഈ സിനിമ ഒരു ആദ്യ പകുതി വരെ മുന്നോട്ട് പോകുന്നത് ഈ സിനിമയിൽ. അതുവരെ അതിൽ പെർഫോമൻസ് നോക്കുന്ന സമുദ്രകനി, ദുൽഖറിനെയും പറയാം. സമുദ്രകനി ഒരു രക്ഷയില്ല, അറിയാലോ. ഒരു ചെറിയൊരു ഗസ്റ്റ് റോൾ കിട്ടിയാൽ മതി. അത് ഏത് ലാംഗ്വേജിലും വേണ്ടില്ലേ. മലയാളത്തിൽ തന്നെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ലാലേട്ടൻ്റെ ഒപ്പം ശിക്കാർ ഒരു സിനിമയിൽ സമുദ്രകനി ഒന്ന് അഭിനയിച്ചിട്ടുണ്ട്. വടച്ചെന്നൈയിൽ ധനുഷിനെ വരെ പല സീനിൽ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗസ്റ്റ് റോൾ കിട്ടിക്കഴിഞ്ഞാൽ സമുദ്രകനി ആ ക്യാരക്ടർ തവിട് പൊടി വെക്കും. അതേപോലെ തന്നെയാണ് ഇതിലും. കാന്തയിൽ സമുദ്രകനി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ആവശ്യമില്ല. ഇതൊരു സിനിമയ്ക്കുള്ളിൽ സിനിമയാണ്. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയറക്ടറായാലും അതിൻ്റെ എഡിറ്ററായാലും സ്കോറും എല്ലാം ഒരാൾ തന്നെ ഉണ്ടായിരുന്നു പണ്ട്, അതായത് ഈ പറയുന്ന സിനിമയുടെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വലിയ ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ ആവശ്യമില്ല. പക്ഷേ പല ജൂനിയർ ആർട്ടിസ്റ്റുകളും ഈ സിനിമയിൽ വന്ന് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുൽഖർ സൽമാൻ, എല്ലാവരും പല ആളുകളും പറയും അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ. അംഗീകരിച്ച മക്കളെ, ഇറ്റ്സ് എ ബ്രാൻഡ്. ദുൽഖർ ഈസ് ദുൽഖർ, ദുൽഖർ സൽമാൻ ഈസ് ദുൽഖർ സൽമാൻ. അത് അങ്ങനെയാണ്. അത് പോയില്ലേ. കാരണം പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സ്റ്റാർ അങ്ങനെയാണ്. ഒരു അപ്കമിങ് ക്രൗഡ് പുള്ളർ എന്നുള്ളൊരു ലെവലിൽ, അപ്കമിങ് അല്ല, ഓൾറെഡി ക്രൗഡ് പുള്ളറായി കഴിഞ്ഞ്. ഇവിടുന്ന് ഒരു സിനിമ പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ ട്രോളാത്ത ആൾക്കാരില്ല. കിങ് ഓഫ് കഥ. പിന്നെ അദ്ദേഹം ഒരു മധുരപ്രതികാരം വീട്ടിയത് അന്യ സംസ്ഥാനത്തിൽ പോയിട്ട് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയിട്ടാണ്. ആലോചിക്കണം. തമിഴ്നാട്ടിൽ പുള്ളിക്കാരൻ ഓക്കെ കൺമണി ചെയ്തപ്പോൾ അവാർഡ് നോമിനേഷനിൽ വന്ന ആളാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് പടം തന്നെ അറിയാലോ, സെക്കൻഡ് ഷോ ഒക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറയുന്നുണ്ട്, അഭിനയ ചക്രവർത്തി എന്നൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. അത് ആ സിനിമയുടെ ക്യാരക്ടർ അനുസരിച്ച് പറയുന്നതാണ്. അതേ രീതിക്കനുസരിച്ച് പുള്ളിക്കാരൻ ആക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിലൊരു സെക്കൻഡ് ഹാഫിൽ ഇത് കുറച്ച് ത്രില്ലർ കൊണ്ടാണ് പോകുന്നത്. ഒരു ക്രൈം പരിപാടി കാര്യങ്ങളൊക്കെ വിത്ത് ഡ്രാമ. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഡ്രാമയും വേണമല്ലോ. അപ്പോൾ ആ ഡയലോഗ്സ് അടിപൊളിയായിട്ട് തമിഴ് പ്രഭ സെൽവമണി കൂടി എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഡ്രാമ ജോണ്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കാലഘട്ടത്തെ വളരെ അടിപൊളിയായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആർട്ട് വർക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതിൻ്റെ ലൈറ്റിങ്, സൗണ്ട് എല്ലാം സൂപ്പർ. പിന്നെ പറയാനുള്ളത്, ഇതിലൊരു മിറർ സീനുണ്ട് ക്ലൈമാക്സിൽ ദുൽഖറിൻ്റെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നൻപകൽ നേരത്തെ മയക്കത്തിൽ മമ്മൂക്കാൻ്റെ ഒരു സീൻ എനിക്ക് ഓർമ്മ വന്നു. കാരണം ഓർമ്മയുണ്ടാവില്ല, ആ സുന്ദരം എന്നുള്ളൊരു ക്യാരക്ടർ അങ്ങനെ റിയലൈസ് ചെയ്യുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ പുള്ളിക്കാരൻ, ഒരു മുടിവെട്ടാൻ പോകുമ്പോൾ. അതേ സെയിം സിറ്റുവേഷൻ ഇവിടെ ക്ലൈമാക്സിൽ ദുൽഖർ കൊടുക്കുന്നുണ്ട്, എക്സ്ട്രീം ലെവലിൽ. ഇത് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, പൃഥ്വിരാജിന് വേണമെങ്കിൽ ചിലപ്പോൾ സാധ്യമാവാം. അല്ലാതെ മലയാള സിനിമയിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ദുൽഖർ സൽമാൻ അല്ലാതെ വേറെ ആരും ഇല്ല. അത് ഈ പടം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. കാരണം അങ്ങനത്തെ
ആ ഒരു ഐറ്റം ഇതിൽ ദുൽഖർ കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു പുള്ളിക്കാരൻ്റെ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് പറയേണ്ട. അതിന് എനിക്ക് തോന്നുന്നു സഞ്ജന ആൻഡ് പൂജിത ഈ രണ്ടുപേരാണ് ഇത് കോസ്റ്റ്യൂം ഒക്കെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ദുൽഖറിന് മാത്രമല്ല, സിനിമയിലത്തെ എല്ലാവരുടെയും കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ മേക്കപ്പ് എല്ലാം സെറ്റായിരുന്നു. ഒരു ബോറിങ്, ഒരു വൾഗറായിട്ടുള്ള ആരും ഈ സിനിമയിൽ വന്നിട്ടില്ല. സോ ഇതിൽ സോങ്സ് അടിപൊളിയാണ്. ഒരു പീരിയഡ് ഡ്രാമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ്. പിന്നെ ദുൽഖറിൻ്റെ കുറച്ച് പരിപാടികൾ അത് നേരിട്ട് ഫീൽ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ കാണാം കാന്തയെ തിയേറ്ററിൽ തന്നെ. താങ്ക് യു.